+2 എക്കണോമിക്സിൽ നമ്മൾ ഒരു ചാപ്റ്റർ വൈസ് ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ തരാൻ പോവുകയാണ്. നമുക്കറിയാം +2 എക്കണോമിക്സിൽ നമ്മൾ 2 ബുക്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സും മറ്റത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സും. അപ്പൊ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ ഈ 2 ചെറിയ ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയർ ഡീൽ ചെയ്യാനുള്ളത്. നമുക്ക് അതിനെ ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കിയോ. ചാപ്റ്റർ നെയിം ഫസ്റ്റ് വൺ മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും 5 ചാപ്റ്റേഴ്സ് ആണ് മൈക്രോ എക്കണോമിക്സിൽ ഉള്ളത്. ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സും മാക്രോ എക്കണോമിക്സ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ സ്കൂൾ തുറന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം എടുക്കുന്നത് മൈക്രോ എക്കണോമിക്സാണ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൈക്രോ എക്കണോമിക്സിലെ 5 ചാപ്റ്റേഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്രോ എക്കണോമിക്സ് പഠിക്കുക. അങ്ങനെ പഠിപ്പിക്കൂ, അങ്ങനെയാ പഠിപ്പിക്കേണ്ടത്. കാരണം മൈക്രോ എക്കണോമിക്സ് എന്നാണ് നമ്മൾ ഒരു ഓണപരീക്ഷയാവുന്ന സമയത്ത് നമ്മൾ മൈക്രോയുടെ ഏതാണ്ട് 3/4 ഫിനിഷ് ചെയ്യണമെന്നാണ്. അപ്പൊ മൈക്രോ ആയിരിക്കും നമുക്ക് ആദ്യം എടുക്കുക, പിന്നെയാണ് നമ്മൾ ഏതിലേക്ക് പോവുക, മാക്രോ എക്കണോമിക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ഒരു ചെറിയ എന്താണ് മൈക്രോ എന്നൊക്കെ മാത്രം പറയുന്നതാണ്. ഒരു ആവറേജ്, ആവറേജ് അല്ല, ബിലോ ആവറേജ്, അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കുന്ന ഒരു ചാപ്റ്റർ. വളരെ സമയം കുറച്ച് മതി, ഒരു ½ ആൻ അവർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് നമുക്ക് തറവാക്കാം. ഇനി സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. മക്കൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ പേജിന്റെ എണ്ണം തന്നെ 20 എണ്ണം ഉണ്ട്, കണ്ടോ. അതായത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. മക്കളെ, നമ്മൾ ഈ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് തന്നെ കുറെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അതൊരു എബവ് ആവറേജ് ആണ്. നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം അതിന് സ്പെൻഡ് ചെയ്യണം. പക്ഷെ ആ ചാപ്റ്റർ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു 3/4 അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. കാരണം അത്രയും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ അടക്കം ഉൾപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ടോപ്പിക് പോലും ആ ചാപ്റ്ററിൽ നിന്ന് മക്കളെ എന്ത് ചെയ്യാനില്ല, സ്കിപ്പ് ചെയ്യാനില്ല. കാരണം പല പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ടും ഒക്കെ ചോദിച്ച കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അതുകൊണ്ട് നമ്മളത് നല്ല തറോ ആയിട്ട് തന്നെ നമുക്കത് പഠിച്ചെടുത്ത് പോകണം. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒട്ടും മോശമില്ല, കാരണം 13 പേജസ് ഉണ്ട്. പക്ഷേ ഇതില് നമ്മൾ കൂടുതൽ ഡയഗ്രംസും പ്രോബ്ലംസും ആണ് പഠിക്കുക. ഇതിലും 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് കേട്ടോ. അതും നമ്മൾ സമയമെടുത്ത് പ്രോബ്ലംസ് കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കണം. ഓക്കെ. ഇനി നാലാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മക്കൾ നോക്കേ, അതൊരു അമണ്ടൻ ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അത് വലിയ ഒരു എന്താ പറയാ ഹൈ ഡിഫിക്കൽട്ട് അല്ല. കാരണം കുറച്ച് ടോപ്പിക്സും കുറച്ച് ഡയഗ്രംസും മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇത് പേജിന്റെ എണ്ണം കൂടിയത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷെ അതൊന്നും മക്കളെ എന്തുണ്ടെന്നറിയോ, 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ മാർക്കറ്റ് ഈക്വിലിബ്രിയം. അത് വളരെ വളരെ സിമ്പിൾ ആണ്. അത് സിമ്പിൾ ആവാൻ ഒരു കാരണം കൂടിയുണ്ട്. അതിന് തൊട്ട് മുന്നേ പഠിക്കുന്നതൊക്കെ വളരെ ഹെവി ലോഡ് ആയതുകൊണ്ട് 5ാമത്തെ ചാപ്റ്റർ കുറച്ച് കട്ടി കുറച്ച് തന്നാ. പിന്നെ കുറെ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ മാർക്കറ്റ് ഈക്വിലിബ്രിയം നമുക്ക് പെട്ടെന്ന് തന്നെ ഡയഗ്രംസ് ആണ്, പക്ഷെ പെട്ടെന്ന് തന്നെ പഠിക്കാം. നമ്മൾ മുൻ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചത് ക്ലബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ 5 ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിലും ഈ 2, 3, 4 ഈ 2, 3, 4 എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് കിടക്കുക. മാക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ നമ്മൾ മൈക്രോ പഠിച്ച പോലെ മാക്രോ എക്കണോമിക്സിലും ചെറിയൊരു ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ. അതിൽ എന്താണ് മാക്രോ എക്കണോമിക്സ്, ഒരു 3-4 ടോപ്പിക്സേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ½ ആൻ അവർ വേണ്ട അത് പഠിക്കാൻ, അത്രയും സിമ്പിൾ ആണ്. രണ്ടാമത്തെ മാക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമുക്കത് കേട്ടാൽ തന്നെ അറിയാം, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. അപ്പൊ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഫോർമുലാസ് പഠിക്കണം. അപ്പൊ അത് വെച്ചുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഇതിൽ മാത്രമല്ല 8 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്. കുറച്ച് കടുകട്ടിയാണ് കമ്പാരിറ്റീവ്ലി. എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തം എക്കണോമിക്സ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് പറയുന്ന ഒരു ടോപ്പിക്, ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. കാരണം എന്താ, ഫോർമുലാസ് പഠിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അതും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചും കൂടെ സമയമെടുത്ത് നമ്മളിത് പഠിച്ചെടുക്കണം. കാരണം എസ്എ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട്.
essay question അതിൽ ഈസിയാണ് കേട്ടോ, പക്ഷേ അതിലുള്ള പ്രോബ്ലംസ് ആണ് മക്കള് തപ്പിപ്പോവുക. പക്ഷെ പ്രോബ്ലംസും അത്ര വലിയ ഡിഫിക്കൽട്ട് ലെവലുള്ള നിങ്ങൾ മാത്സ് ഒക്കെ ചെയ്യുന്ന പോലെ പ്രോബ്ലംസ് അല്ല അതില്. നിങ്ങൾ ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മണി ആൻഡ് ബാങ്കിങ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. ഇത് പക്ക ഒരു തിയറി എന്താ പറയാ ചാപ്റ്റർ നമുക്ക് പറയാം. വലിയ ഡയഗ്രംസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒന്നും അതിലില്ല കേട്ടോ. അപ്പൊ അതൊരു ബിലോ ആവറേജ് തന്നെയാണത്. ഇനി മാക്രോയിലെ നെക്സ്റ്റ് ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ആ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളും ആയതുകൊണ്ട് അതൊരു എബവ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. കാരണം പ്രോബ്ലംസ് ഉണ്ട്, ഡയഗ്രാംസ് ഉണ്ട്, അതുകൊണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദ ഇക്കോണമി. അത് പക്ക തിയറി തന്നെയാണ്. കുറച്ച് എന്താ പറയാ നിങ്ങൾ കേൾക്കാത്ത മിസ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടേംസും കാര്യങ്ങളും ഉണ്ട്. ചെറിയൊരു ചാപ്റ്ററും ആണ്, പക്ഷെ അത്ര വലിയ അമണ്ടൻ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. സംഭവങ്ങൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ഇക്കോണമിയാണ്. ഇതിനകത്ത് കുറെ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട് ഓപ്പൺ ഇക്കോണമിന്ന്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ചിലപ്പം ചില പ്രോബ്ലംസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ഇതിനകത്ത് ചോദിക്കും. കാരണം ഓപ്പൺ ഇക്കോണമി എന്ന് പറയുമ്പോൾ അതൊരു വൈഡ് ഇക്കോണമിയാണ്, നമ്മൾ പഠിക്കേണ്ട മാറ്ററും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇതെന്താണ് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മക്കളെ നമ്മുടെ എക്കണോമിക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഈ തിയറി ഓഫ് കൺസ്യൂമർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, തിയറി ഓഫ് ഫേം, അതേപോലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ഈ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്, ഓപ്പൺ ഇക്കോണമി, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അത്രയും വലിയ ഡിഫിക്കൽട്ട്, അത് വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ആ എക്കണോമിക്സ് എക്കണോമിക്സിലേക്ക് കയറുന്നതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് എന്ന്. ഓക്കെ, അപ്പൊ ചില ചാപ്റ്റേഴ്സ് വളരെ എന്താ പറയാ സമയം എടുത്ത് നമ്മൾ പഠിക്കാനുണ്ട്. ചില ചാപ്റ്റേഴ്സ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരും. ചില ചാപ്റ്റേഴ്സിന് ഹൈ വെയിറ്റേജ് ഉണ്ട്, ചില ചാപ്റ്റേഴ്സിന് ലെസ് വെയിറ്റേജ് ഉണ്ട്. ഇങ്ങനെയാണ് എക്കണോമിക്സ് +2 എക്കണോമിക്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ.